നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM-ന്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ കടന്നാക്രമണം നടത്തുകയെന്നത് കണ്ണൂരിൽ RSS തലവൻ മോഹൻ ഭഗത് പങ്കെടുത്ത ചിന്തൻ ബൈഠക്കിന്റെ തീരുമാനമെന്ന് അന്നൂരിൽ CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്ന പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപം അനധികൃത വിൽപ്പനശാലകൾ പെരുകുന്നു. പരസ്യമദ്യപാനത്തിനെതിരെ കർശന നടപടിയുമായി പയ്യന്നൂർ നഗരസഭ. എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരെയും കൌൺസിലർമാരെയും ഉൾക്കൊള്ളിച്ച് മുനിസിപ്പൽ തല കമ്മിറ്റി രൂപീകരിച്ചു. വർത്തമാനകാലം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അസഹിഷ്ണുതയാണെന്ന് കവി മുരുകൻ കാട്ടാക്കട. തൃക്കരിപ്പൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാവാലം നാരായണ പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. CPM കേന്ദ്രങ്ങളിൽ അക്രമം നടത്തുന്നത് RSS തലവൻ മോഹൻ ഭഗത്തിന്റെ സാന്നിധ്യത്തിൽ കണ്ണൂരിൽ നടന്ന ചിന്തൻ ബൈഠക്കിന്റെ പരിണിത ഫലമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. അന്നൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജില്ലാ സെക്രട്ടറി. ഇതര ജില്ലകളിൽ നിന്നും രഹസ്യമായി എത്തുന്ന RSSന്റെ പ്രചാരകരാണ് കണ്ണൂരിൽ അക്രമങ്ങൾക്ക് പദ്ധതി തയ്യാറാക്കുന്നത്. രാജ്യത്ത് RSS ആസൂത്രണം ചെയ്യുന്ന കലാപത്തിന്റെ ഭാഗമാണ് പയ്യന്നൂർ സംഭവം. രാജ്യത്തിന്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും തകർക്കുക എന്ന ശ്രമങ്ങളെയും ജനകീയ പ്രതിരോധം തീർത്ത് നേരിടുമെന്നും ജയരാജൻ പറഞ്ഞു. CPM-ന് ശരിയായി മനസ്സിലായി. കാരണം നിഷ്ഠൂരമായിട്ടുള്ള കൃത്യങ്ങൾ മുമ്പ് നടത്തിയിട്ടുണ്ടാകും. ഞങ്ങൾക്കറിയാം, കൂത്തുപറമ്പിലെ തൊക്കിലങ്ങാടിയിൽ വീട്ടിൽ കിടന്നുറങ്ങുന്ന അവസരത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥി പ്രവർത്തകൻ സഖാവ് സുധീഷ്, ജില്ലാ കൗൺസിൽ മെമ്പറായിരുന്നു വളരെ ചെറുപ്പത്തിൽ. ആ സുധീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഏതെങ്കിലും കേസിൽ പ്രതിയാ? ഒരു കേസിലും പ്രതിയല്ലാത്ത സുധീഷിനെ, ആ സുധീഷിന്റെ കൊച്ചുകൂര അത് അതിക്രമിച്ച് കടന്നു കയറി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും കൺമുന്നിലിട്ട് എത്ര വെട്ട് കെട്ടിയിട്ടാണ് കൊലപ്പെടുത്തിയത്? 37 വെട്ടുകളാണ് സുധീഷിന്റെ ശരീരം. അന്നെന്താ RSSകാർ പ്രചരിപ്പിച്ചെന്നറിയോ? അത് ഗൗരിയമ്മ പ്രശ്നം കൊണ്ട് മാർസറ്റുകാർ കൊന്നതാണ്. ഇങ്ങനെ നുണ പ്രചരിപ്പിക്കുന്ന സംഘം ധൻരാജിന്റെ കൊലപാതകത്തെ തുടർന്ന് നുണ പ്രചരിപ്പിച്ചല്ലോ. ആ ധൻരാജിന്റെ നിഷ്ഠൂരമായിട്ടുള്ള കൊലയെ തുടർന്ന് അന്നൂര് സംഭവം ഉണ്ടായി. ചില സംഭവങ്ങൾ പയ്യന്നൂരിലും പരിസരങ്ങളിലും ഉണ്ടായി. ആരാതിന് ഉത്തരവാദി? അത് ധൻരാജിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്ത RSS നേതാക്കന്മാരാണ് അതിന് മറുപടി പറയേണ്ടത്. അവരാണ് അതിന് ഉത്തരവാദികൾ. CPIM വെള്ളൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റിയാണ് അന്നൂർ അമ്പല പരിസരത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. ഏരിയ സെക്രട്ടറി TA മധുസൂദനൻ, അഡ്വക്കേറ്റ് P. സന്തോഷ് എന്നിവർ സംസാരിച്ചു. നിരവധി പേർ യോഗത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്ന പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപം അനധികൃത വിൽപ്പനശാലകൾ പെരുകുന്നു. വിൽപ്പനശാലകൾക്ക് അനുമതി നൽകുന്ന പഞ്ചായത്ത് നടപടിയിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. ഏഴോം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ആർക്കും എന്ത് കയ്യേറ്റവും നടത്താം. കാരണം ചോദിക്കാനും പറയാനും ആരും ഇവിടെയില്ലെന്നാണ് പൊതുജനം പറയുന്നത്. ബസ് സ്റ്റാൻഡിൽ അനധികൃത വിൽപ്പനശാലകൾ പെരുകി വരികയാണ്. പുസ്തക വിൽപ്പനശാലയുടെ പേരിൽ സ്ഥാപിച്ചതാണ് ഈ വിൽപ്പനശാല. മാസങ്ങളേറെയായി ഇത് സ്ഥാപിച്ചിട്ട്. പഞ്ചായത്ത് 2 മാസത്തേക്ക് അനുമതി നൽകിയിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ 6 മാസം കഴിഞ്ഞിട്ടും ഇത് പൊളിച്ചു നീക്കിയില്ല. ഇത്തരം സ്ഥാപനങ്ങൾ ഭാവിയിൽ സ്ഥിരം വിൽപ്പനശാലകളായി മാറും. അവകാശവാദവുമായി സ്വകാര്യ വ്യക്തികൾ രംഗത്ത് വരികയും ചെയ്യും. പഞ്ചായത്ത് അനുമതിയില്ലാതെ നിരവധി വണ്ടിക്കടകളും മെയിൻ റോഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നിർധനർക്ക് പഞ്ചായത്ത് അനുമതിയോടെ വണ്ടിക്കടകൾ സ്ഥാപിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ അനധികൃതമായി സ്ഥാപിച്ച വണ്ടിക്കടകളും വിൽപ്പനശാലകളും അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്നാണ് പൊതുജനാഭിപ്രായം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പരസ്യമദ്യപാനത്തിനെതിരെ കർശന നടപടിയുമായി പയ്യന്നൂർ നഗരസഭ. എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരെയും കൌൺസിലർമാരെയും ഉൾക്കൊള്ളിച്ച് മുനിസിപ്പൽ തല കമ്മിറ്റി രൂപീകരിച്ചു. പ്രഥമയോഗം നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്നു. പയ്യന്നൂർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും പരസ്യമദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഏറിവരുന്ന സാഹചര്യത്തിലാണ് മുനിസിപ്പൽ തല കമ്മിറ്റി അടിയന്തര യോഗം ചേർന്നത്.
പകൽ സമയങ്ങളിലേതുൾപ്പെടെയുള്ള പരസ്യമദ്യപാനം തടയാൻ കർശന നടപടി, ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിരീക്ഷിച്ച് നടപടിയെടുക്കൽ, ബോധവൽക്കരണ പരിപാടികൾ, നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ എന്നിവ ഉടൻ പ്രാവർത്തികമാക്കാൻ യോഗം തീരുമാനിച്ചു. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിച്ചു. ഈ ബീവറേജസ് കോർപ്പറേഷൻ്റെ പരിസരം അവിടെ പൊതുജനങ്ങൾക്ക് സൗകര്യമായി നടന്നു പോകാനുള്ള സാഹചര്യം ഇതിൻ്റെ ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെൻറ്റ് മദ്യം വാങ്ങിക്കുന്നവർ വാങ്ങിക്കണം. അത് തടയാൻ നമുക്ക് നിലവിലുള്ള നിയമപ്രകാരം കഴിയും. പക്ഷെ ആ പരിസരത്ത് ഒരു അരാജകത്വ പ്രവണത നിലനിൽക്കുന്ന അന്തരീക്ഷം അതില്ലാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ആ ഒരു തീരുമാനം ബീവറേജസ് കോർപ്പറേഷൻ്റെ ആ പരിസരത്ത് ആളുകൾക്ക് സ്വൈര്യമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യം നിങ്ങളെ മുന്നിൽ. എക്സൈസ് തളിപ്പറമ്പ് റേഞ്ച് CI ഹരിദാസ് പാലക്കീൽ, പയ്യന്നൂർ CI സലീം കുമാർ ദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള എക്സൈസ് ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും യോഗത്തിൽ സംബന്ധിച്ചു. കള്ളുകുടിയന്മാർ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയാകുന്നു. പയ്യന്നൂർ മൂരിക്കോവിലിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മദ്യപസംഘം രാവിലെ മുതൽ ബസ് സ്റ്റോപ്പ് കേന്ദ്രീകരിച്ച് മദ്യപിച്ച് ഒച്ചയെടുക്കുന്നതിനാൽ യാത്രക്കാരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്റ്റോപ്പിൽ നിന്ന് ബസ്സിൽ കയറാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. പരസ്യ മദ്യപാനത്തിനെതിരെ ജനകീയ സമിതിയുടെ പേരിൽ ഇവിടെ ബോർഡ് സ്ഥാപിച്ചിരുന്നു. പട്ടാപ്പകൽ ആളുകൾ നോക്കി നിൽക്കെ മദ്യപസംഘം ബോർഡ് കീറിക്കളയുകയായിരുന്നു. മദ്യപന്മാർ ഉപേക്ഷിച്ച കുപ്പിയും മറ്റും ചിതറക്കിടക്കുന്നതിനാൽ ആളുകൾക്ക് ആ വഴി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമാണ്. ഇതിനെതിരെയാണ് മൂരിക്കോവിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ റിജു ആന്റണി അധ്യക്ഷത വഹിച്ചു. കൗൺസിലറായ പോത്തേര കൃഷ്ണൻ, രജിത TV, പ്രേമൻ, അർജുൻ, ബിജോയ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. സി രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. സംഗീതം, നൃത്തം, നാടോടി ശീലുകൾ എന്നിവയിൽ കാവാലത്തോളം പാണ്ഡിത്യമുള്ളവർ ഏറെയില്ലെന്ന് കരിവള്ളൂർ മുരളി. തൃക്കരിപ്പൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തൊരുക്കിയ കാവാലം നാരായണ പണിക്കർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാള നാടകത്തെ അന്യസംസ്ഥാനങ്ങളിലും വിദേശത്തും എത്തിച്ച ഒരേയൊരാൾ കാവാലം നാരായണ പണിക്കറായിരുന്നു. ആദിവാസി ഗോത്ര സമൂഹത്തിൻ്റെയും തെയ്യം, തിറ, മുടിയാട്ടം, കൂടിയാട്ടം തുടങ്ങിയ കേരളീയ കലകളുടെയും സമർപ്പിത രൂപമായിരുന്നു കാവാലം. കാവാലമില്ലായിരുന്നുവെങ്കിൽ മലയാള നാടകം ഇത്രയേറെ മുന്നോട്ട് കുതിക്കുമായിരുന്നില്ല. മുരളി പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണെങ്കിലും കാവാലത്തിൻ്റെ നാടകം ദൃശ്യപ്പൊലിമ നൽകിയെങ്കിലും നാടകത്തിൻ്റെ ആശയം വേണ്ടത്ര ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ നാടകത്തിന് പരിമിതിയുണ്ടായിരുന്നുവെന്ന് കരിവള്ളൂർ മുരളി കൂട്ടിച്ചേർത്തു. പല കലാദർശനങ്ങളെയും വളരെ വിമർശനപൂർവ്വം സമീപിച്ചിട്ടുള്ള ഒരാളാണ്. 83 വയസ്സ് കഴിയുമ്പോൾ സാധാരണ സഹസ്രപൂർണിമ എന്ന പേരിൽ നടത്തുന്ന കാവാലത്തെക്കുറിച്ചുള്ള പരിപാടി സംഘടിപ്പിച്ചത് പാലക്കാടാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കണ്ണൻ നേതൃത്വം നൽകുന്ന നവരംഗാണ് പാലക്കാട് വെച്ച് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അനുസ്മരണ സമ്മേളനത്തിൽ സജിത്ത് പലേരി അധ്യക്ഷത വഹിച്ചു. MV സുകുമാരൻ സ്വാഗതവും MV അനിൽകുമാർ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ മന്ദരോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അധികൃതർ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെയും ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെയും ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും സഹകരണത്തോടെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ രക്തപരിശോധന ഉൾപ്പെടെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ചിറ്റാരിക്കോവിലിൽ നടന്ന ക്യാമ്പിലാണ് പരിശോധിച്ച 62 പേരിൽ 5 പേർക്ക് മന്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്തിലെ ശുചിത്വമില്ലായ്മയാണ് രോഗത്തിന് കാരണമെന്നും ആയതിനാൽ താമസ സ്ഥലമൊരുക്കുന്ന സ്ഥലമുടമകൾ ശുചിത്വം പാലിക്കണമെന്നും അല്ലാത്തപക്ഷം അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒരു ബാഹുല്യം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാടിൻ്റെ പുരോഗമനമായ പ്രവർത്തനങ്ങളിലാണ് ഇവർ എല്ലാം തന്നെ ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നാട് അനുദിനം വളർന്നുകൊണ്ടിരിക്കുമ്പം അതിലെ പുരോഗമന പ്രവർത്തനങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സംഭാവന വളരെ കൂടുതലാണ്. പക്ഷേ നമുക്കിവിടെയുള്ളൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും അതുപോലെ തന്നെ അവരെ ക്വാർട്ടേഴ്സിൻ്റെ പരിസരത്തൊക്കെ തന്നെ ഒട്ടനവധി മാലിന്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ഒട്ടനവധി സാംക്രമിക രോഗങ്ങളുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം കൊതുകുജന്യ രോഗങ്ങളായ മന്തുരോഗം അതുപോലെ മലമ്പനി മുതലായവ നമ്മുടെ പ്രദേശത്ത് മുമ്പത്തേക്കാൾ കൂടുതലായിട്ട് കാണാനുള്ള സാധ്യത ഇത്തരം ആൾക്കാരിൽ നിന്നും നമ്മുടെ തദ്ദേശീയരായ ആൾക്കാരിലേക്ക് പകരാനുള്ള സാധ്യതയും
ഇതുമൂലം ഉണ്ടാകുന്നു. ഒപ്പം ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പഴയങ്ങാടി BV റോഡിലെ സ്ലാബ് തകർച്ചയിൽ കോൺക്രീറ്റ് ഇളകി കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് അപകടക്കെണിയൊരുക്കുന്നു. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പഴയങ്ങാടി BV റോഡ് ജംഗ്ഷനിലെ സ്ലാബുകൾ തകർന്നു തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. സ്ലാബുകളിൽ നിന്നും കോൺക്രീറ്റ് ഇളകി കമ്പികൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നു. ഇവയിൽ തട്ടി വാഹനങ്ങൾ പഞ്ചറാകുന്നത് പതിവ് കാഴ്ചയാണ്. സ്ലാബ് ഏതു നിമിഷവും തകർന്നു വീഴാറായ അവസ്ഥയിലാണ്. മാട്ടൂൽ ഭാഗത്തേക്കുള്ള മിക്ക വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. തകർന്ന സ്ലാബുകൾ മാറ്റിസ്ഥാപിക്കാൻ പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അധികൃതരോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാൻ അധികൃതർ തയ്യാറായില്ല. അടിയന്തരമായി സ്ലാബുകൾ മാറ്റിസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ കാണുന്ന സ്ലാബ് കുറെ കാലമായി പൊട്ടിക്കിടക്കുന്നു. അത് എത്രയും പെട്ടെന്ന് അധികൃതർ മാറ്റിയിട്ടില്ലെങ്കിൽ പല അപകടങ്ങളും ഇവിടെ സംഭവിക്കും. കാരണം ആ സ്ലാബിൻ്റെ കമ്പി പൊട്ടിയിട്ട് പൊന്തിക്കിടക്കുകയാണ്. 10,000-കണക്കിന് വാഹനങ്ങൾ ഇതിലേക്ക് കടന്നു പോകുന്നതാണ്. ടയറുകൾ കൂടുതലും പഞ്ചറായി വണ്ടികൾ സൈഡായി കിടക്കുന്നു. ഇത് എത്രയും പെട്ടെന്ന് ഇത് അധികൃതർ ഇതിന് നടപടിയെടുക്കണമെന്ന വാഹന തൊഴിലാളി എന്ന നിലയിൽ ഞാനത് അഭ്യർത്ഥിക്കുന്നു. BV റോഡ് ജംഗ്ഷനിലെ പൊട്ടിയ സ്ലാബുകൾ മാറ്റിസ്ഥാപിക്കാത്തതിനാൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദുരിതമനുഭവിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വർത്തമാനകാലം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അസഹിഷ്ണുതയാണ്. ജാതിയും മതവും വർഗവും തിരിച്ചുകൊണ്ടുള്ള അസഹിഷ്ണുതയുടെ മണ്ണായി കേരളം മാറുകയാണെന്ന് കവി മുരുകൻ കാട്ടക്കട. കാങ്കോലിൽ നെറ്റ്വർക്ക് ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർത്തമാനകാലം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന അസഹിഷ്ണുതയാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള അസഹിഷ്ണുത. ആത്യന്തികമായി ജാതിയും മതവും വർഗവും ചിന്തിച്ചുകൊണ്ടുള്ള അസഹിഷ്ണുതയുടെ ഒരു മണ്ണായി കേരളം മാറുന്നു. നമുക്കറിയാം, തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലാണ് പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന സാഹിത്യകാരനെ അദ്ദേഹം അന്ധവിശ്വാസത്തിനെതിരെ വർത്തമാനം പറയുകയും നോവൽ എഴുതുകയും ചെയ്തു എന്ന കാരണം കൊണ്ട് പീഡിപ്പിക്കപ്പെടുകയും സ്വന്തം ജീവൻ തന്നെ പോകുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം എഴുത്ത് നിർത്തുകയും ചെയ്തു. ഇതേ സമാന സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിലും വരുന്നു എന്നുള്ളതാണ്. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എഴുതുന്ന ആളിനെ ഭീഷണിപ്പെടുത്തുക, വധിക്കുവാൻ വധശ്രമം നടത്തുക, അവരവരുടെ അഭിപ്രായം പറയാൻ അനുവദിക്കാതിരിക്കുക, അങ്ങനെ വരുന്ന തികച്ചും അരാജകമായ ഒരു അരക്ഷിതാവസ്ഥ കേരളത്തിലുണ്ടാകുന്നുണ്ട്. എല്ലാ വെടിയുണ്ടയും വാൾമുനത്തുമ്പും അന്ത്യമായി ചെന്നു കൊള്ളുന്നത് എപ്പോഴും അമ്മമാരുടെ ഗർഭപാത്രത്തിലാണെന്ന സത്യത്തിൽ ദൈവം പിറക്കേണ്ടതുണ്ട്. സ്നേഹവൃത്തം തീർത്ത് MS പ്രവർത്തകർ. കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രചരണ ഭാഗമായി MSF പ്രവർത്തകർ തൃക്കരിപ്പൂർ ടൗണിൽ വിളംബര റാലി നടത്തി. തൃക്കരിപ്പൂർ ലീഗ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച റാലി യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി TS നജീബ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് പ്രകടനം വെള്ളാപ്പ് ജംഗ്ഷൻ വഴി തൃക്കരിപ്പൂർ ടൗണിലെത്തി. തുടർന്ന് നടന്ന സ്നേഹവൃത്തത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് നിർവഹിച്ചു. അക്രമ രാഷ്ട്രീയത്തെ അടിച്ചമർത്താൻ ജനാധിപത്യച്ചേരി ഒന്നിക്കുന്നൊരു മണ്ണാണ് കണ്ണൂരിൻ്റെ മണ്ണ്. പ്രിയപ്പെട്ട അരിയിൽ ഷുക്കൂറിൻ്റെ വീര സ്മൃതി ഇറങ്ങുന്ന മണ്ണ്. ആ മണ്ണിലാണ് MSFന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. തീവ്രവാദത്തിനും SFIയുടെ ക്യാമ്പസ് ഫാസിസത്തിനുമെതിരെ പൊതുസമൂഹത്തിന്റെ പിന്തുണ നേടുന്നതിനാണ് സ്നേഹവൃത്തം തീർത്തത്. വിദ്യാർത്ഥികൾ കൈകോർത്ത് സമൂഹ വിപത്തിനെതിരെ നടത്തിയ പരിപാടി വേറിട്ട അനുഭവമായി. ചുമരോട് ചുമൽ ചേർന്ന് സ്നേഹഗീതം പാടിയും സമ്മേളന സന്ദേശം ഉച്ചത്തിൽ പ്രഖ്യാപിച്ചും 100ഓളം വിദ്യാർത്ഥികൾ ജനശ്രദ്ധ ആകർഷിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഡിവൈഎഫ്ഐ കാങ്കോൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റി കാങ്കോൽ EMS മന്ദിരത്തിൽ കാവ്യ സായാഹ്നവും അനുമോദനവും സംഘടിപ്പിച്ചു. പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്തു. മേഖലാ പരിധിയിൽ ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ വാങ്ങിയ 15ഓളം വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് മുരുകൻ കാട്ടാക്കട ഉപഹാരം നൽകി അനുമോദിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയതുകൊണ്ട് മാത്രം ഒരാൾ ജീവിതത്തിൽ വിജയിക്കുന്നില്ലെന്നും സമൂഹത്തിന്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നവരെ മാത്രമേ കാലം അടയാളപ്പെടുത്തുകയുള്ളൂവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുരുകൻ കാട്ടാക്കട പറഞ്ഞു. തീർച്ചയായും ഈ സമയത്ത് ഇത്രയും ആളുകൾ ധാരാളം ഉപയോഗിക്കുന്നവരെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ വീട്ടിൽ എന്താ കാണിച്ചു കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇവിടെ ചിന്തയുണ്ടാകണം. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളോടുള്ള എൻ്റെ ഐക്യം, സ്നേഹം
എൻ്റെ ഒരു കവിത ചൊല്ലി അവർക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിൽ നിന്ന് വിരമിക്കാം എന്ന് ആണ് വിചാരിക്കുന്നത്. തീർച്ചയായും ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കവിതയാണ് ഞാൻ അവർക്ക് ചൊല്ലിക്കൊടുക്കുന്നത്. കുട്ടികൾക്കുള്ള അവരുടെ പേര് നെല്ലിക്ക എന്നാണ്. കെ രാജൻ അധ്യക്ഷനായി. പി പ്രദീപൻ സ്വാഗതം ആശംസിച്ചു. എൻ അബ്ദുൽ ഗഫൂർ, ഡിവൈഎഫ്ഐ പെരിങ്ങോം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സിദിൻ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എൻ അബ്ദുൾ സമീർ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. എ രാജേഷ് നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂൾ കെട്ടിടോദ്ഘാടനത്തിന്റെ മുന്നോടിയായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. കുഞ്ഞിമംഗലം സെൻട്രൽ യു പി സ്കൂളിന് വേണ്ടി നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച പകൽ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിക്കും. സ്വന്തമായി കെട്ടിടമോ സ്ഥലമോ ഇല്ലാതിരുന്ന സ്കൂൾ പൂട്ടലിന്റെ വക്കിലെത്തിയപ്പോൾ പഞ്ചായത്തിന്റെ സഹായത്തോടെ നാട്ടുകാരും രക്ഷിതാക്കളും മുന്നിട്ടിറങ്ങിയാണ് സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിച്ചത്. ടി വി രാജേഷ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 80 ലക്ഷം രൂപയും കുഞ്ഞിമംഗലം പഞ്ചായത്തിന്റെ 13 ലക്ഷവും നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സംഭാവനയും ചേർത്താണ് കെട്ടിടം ഒരുക്കിയത്. കെട്ടിടോദ്ഘാടനത്തിന്റെ മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. വാദ്യമേളത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥികളും അണിനിരന്നു. ആണ്ടാങ്കോവിലിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര സ്കൂൾ പരിസരത്ത് സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ലാത്ര. ഇനി നമ്മുടെ വായനശാലകൾ. കരിവെള്ളൂർ കുണിയനിലെ യുവപ്രതിഭാ ഗ്രന്ഥാലയം പ്രദേശത്തിന്റെ വർത്തമാനകാല സാംസ്കാരിക ചരിത്രത്തിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. നിരവധി പുരസ്കാരങ്ങൾ നേടിയെത്തിയിട്ടുണ്ട് ഈ ഗ്രന്ഥാലയത്തെ. കർഷക സമരങ്ങളുടെ വേലിയേറ്റത്തിൽ ചോര കൊണ്ട് അടയാളപ്പെടുത്തിയ കരിവെള്ളൂരിലെ കുണിയൻ കേരള ചരിത്രത്തിൽ സ്വന്തമായൊരിടം കണ്ടെത്തിയ പ്രദേശമാണ്. 1980-ൽ കുണിയനിൽ പ്രവർത്തിച്ചിരുന്ന പ്രതിഭ ആർട്സ് ക്ലബ്ബും യുവജന കലാസമിതിയും ലയിച്ചാണ് 1997-ൽ യുവപ്രതിഭാ ഗ്രന്ഥാലയം രൂപം കൊള്ളുന്നത്. എം കുമാരൻ മാസ്റ്റർ പ്രസിഡന്റും എ വേണുഗോപാലൻ സെക്രട്ടറിയുമായുള്ളതായിരുന്നു ആദ്യ ഭരണസമിതി. ഇന്ന് 9 ദിനപത്രങ്ങളും 18 മാസികകളും നിരവധി വാരികകളും ഈ ഗ്രന്ഥാലയത്തിൽ വായിക്കുവാനുണ്ട്. 9851 പുസ്തകങ്ങളുള്ള ഈ ഗ്രന്ഥാലയത്തിൽ 444 അംഗങ്ങളുമുണ്ട്. കുണിയൻ പ്രദേശത്തിന്റെ സമഗ്ര ചരിത്രം ചരിത്രഭൂമിക എന്ന പേരിൽ ഗ്രന്ഥാലയത്തിന്റെ ചുവരുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. കുണിയൻ സ്കൂളിൽ വർഷങ്ങളായി പുസ്തക വിതരണം നടത്തുന്നു. കുണിയൻ ദിനേശ് BD കമ്പനിയിൽ പുസ്തക വിതരണം മാത്രമല്ല ചർച്ചകളും നിരന്തരമായി സംഘടിപ്പിച്ചു വരുന്നു. മരണാനന്തര ശരീരദാനത്തിന് ഗ്രന്ഥാലയത്തിലെ 38 പേർ സമ്മതപത്രവും നൽകിയിട്ടുണ്ട്. 75 അംഗങ്ങളുള്ള ഗ്രന്ഥാലയത്തിന്റെ വനിതാവേദി ഫാഷൻ ഡിസൈനിംഗ് ഉൾപ്പെടെയുള്ള തൊഴിൽ പരിശീലനങ്ങൾ, 2 വീലർ പരിശീലനം, പച്ചക്കറി കൃഷി, പുസ്തക ചർച്ച തുടങ്ങിയവയിൽ സജീവമാണ്. ബാലവേദിയാകട്ടെ അറിവരങ്ങ്, ഒഴിവുകാല ക്യാമ്പ്, നീന്തൽ പരിശീലനം, നാടകാവതരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ യുവജനവേദി, ചർച്ചാ ക്ലാസുകൾ, കമ്പവലി പരിശീലനം, മത്സരം എന്നിവയിലാണ് വ്യാപൃതരാകുന്നത്. ഒരു വർഷത്തിൽ ഒരു 25 പരിപാടിയെങ്കിലും ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. സമൂഹത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ലൈബ്രറിയായിട്ട് ഇത് വളർന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനത്തിന് അംഗീകാരമായി 1912 ഞങ്ങൾക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് ലെവലിലുള്ള ഏറ്റവും നല്ല ലൈബ്രറി എന്നുള്ള നിലയിൽ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. വയോജനവേദി, മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ വായനാ ഫോറം കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ചർച്ചകളിൽ ഏർപ്പെടുന്നു. സിനിമാ പ്രദർശനം, സിനിമാ ചർച്ച എന്നിവ സംഘടിപ്പിക്കുവാൻ ഫിലിം ക്ലബ്ബുമുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യം എന്നതിലൊതുങ്ങാതെ ഒരു നാടിന് നല്ല സാംസ്കാരിക ഉള്ളടക്കവും ഉണ്ടാക്കണമെന്ന ചിന്തയുടെ ഉൽപ്പന്നമാണ് ഈ ഗ്രന്ഥാലയം. എം കുമാരൻ മാസ്റ്റർ പ്രസിഡന്റും ടി ബാലകൃഷ്ണൻ സെക്രട്ടറിയുമായുള്ളതാണ് നിലവിലെ ഭരണസമിതി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഒന്നാം തരത്തിൽ കാസർഗോഡ് റവന്യൂ ജില്ലയിൽ ഒന്നാമതെത്തിയ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിന് നാട് ആദരിക്കുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ ഇത്തരം ഒരു ബഹുമതി നേടിയ സന്തോഷ സൂചകമായിട്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വെച്ച് 1ാം ക്ലാസ്സിലേക്ക് റവന്യൂ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പാഠ്യേതര വിഷയങ്ങളിലൂടെ ആകർഷിച്ച തൃക്കരിപ്പൂർ സെന്റ് പോൾസ് UP സ്കൂളിന് നാടിൻ്റെ അനുമോദനം വ്യാഴാഴ്ച നടക്കും. സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ലഭിച്ച സമൂഹത്തിൻ്റെ അംഗീകാരമായി ഇതിനെ കാണുന്നതായി സ്കൂൾ കോർപ്പറേറ്റ് അധികൃതരും അധ്യാപക രക്ഷകർത്താ സമിതി ഭാരവാഹികളും മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പ്രീ പ്രൈമറി ഉൾപ്പെടെ 1400 പരം വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിൽ പഠനം നടത്തുന്നു. ഇത്തവണ കാസർഗോഡ് റവന്യൂ ജില്ലയിൽ തന്നെ 1ാം തരത്തിൽ 7 ഡിവിഷനുകളിലായി ഏറ്റവും കൂടുതൽ പേർ സ്കൂളിൽ പ്രവേശനം തേടിയത് സ്കൂൾ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ പാഠ്യേതര മികവിന് പോഷണമേകാൻ ഭൗതിക സാഹചര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുവാൻ അധികൃതർ ഒരുങ്ങുകയാണെന്ന് കണ്ണൂർ രൂപത കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേറ്ററും മുൻ കാഞ്ഞങ്ങാട് DEOയുമായ KP മോഹനൻ, സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ജോസഫ് തണ്ണിക്കോട്ട്, മുഖ്യാധ്യാപിക സിസ്റ്റർ ആഗ്നസ് മാത്യു, PTA പ്രസിഡന്റ് P മിറോഷ് രാജ്, അധ്യാപകൻ M റഫീഖ് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ജൂബിലി സ്മാരകമായി സ്കൂളിന് 1 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കും. ഒരു കാലത്ത് സ്കൂളിൻ്റെ പേർ കൂടുതൽ അറിയപ്പെട്ടിരുന്ന കായിക രംഗത്തിൻ്റെ പരിപോഷണത്തിനായി പുതുതായി ഒരു കായികാധ്യാപകനെ ഓഗസ്റ്റ് മാസത്തിൽ നിയമിക്കും. 4ാം തരത്തിലും 7ാം തരത്തിലും പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പരിശീലനം നൽകും. അധ്യാപകർക്കായി ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പരിപാടിയും ദേശീയ പരിശീലകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ശില്പശാലയും നടത്തി വരുന്നുണ്ട്. 1ാം തരമാക്കുക എന്ന പദ്ധതിയും ഈ വർഷം നടപ്പിലാക്കും. വ്യാഴാഴ്ച രാവിലെ സ്കൂൾ ഹാളിൽ നടക്കുന്ന അനുമോദന ചടങ്ങ് തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ മുഖ്യാതിഥിയായിരിക്കും. കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല ഉപഹാര സമർപ്പണം നടത്തും. രൂപത കോർപ്പറേറ്റ് മാനേജർ മോൺസിഞ്ഞോർ ക്ലാരൻസ് പാലിയത്ത്, ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TM സദാനന്ദൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാത്തിലെ മരമുത്തശ്ശി ഓർമ്മയായി. പതിറ്റാണ്ടുകളായി മാത്തിൽ ടൗണിൽ തണൽ വിരിച്ചിരുന്ന ഈ മാവ് സുരക്ഷാ കാരണങ്ങളാണ് അധികൃതർ മുറിച്ചുമാറ്റിയത്. പതിറ്റാണ്ടുകളായി മാത്തിൽ ടൗണിന് തണലേകിയിരുന്ന മരമുത്തശ്ശി ഓർമ്മകളിലേക്ക് മറഞ്ഞു. മാത്തിൽ ടൗണിൽ ഈ വൃക്ഷം നിന്നിരുന്ന സ്ഥലം ഇതിൻ്റെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. വൃക്ഷം മറഞ്ഞാലും പേര് ബാക്കിയാവുമെന്ന് മാത്രം പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 75 വർഷമായി താൻ ഈ ടൗണിലുണ്ടെന്നും അതിനു മുൻപേ ഈ മരം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും മാത്തിലെ പഴയ കച്ചവടക്കാരനായ ലക്ഷ്മണൻ ഓർത്തെടുക്കുന്നു. എൻ്റെ ചെറിയ പ്രായം മുതലേ കാണുന്ന മാവാണ്. ഇപ്പോൾ 70-72 വയസ്സായി. അന്നേരം അതിനേക്കാൾ പ്രായം ആ മാവിലുണ്ട്. മാത്തിലെ ഏറ്റവും പ്രായം കൂടിയ മരം തന്നെയായിരുന്നു. പഴയ കാലത്ത് കെട്ടിടങ്ങളൊന്നും മാത്തലിൽ ഇത്രയേറെ വന്നിട്ടില്ലാത്ത കാലത്ത് ജനങ്ങൾ വാഹനങ്ങൾ കാത്തുനിന്നത് ഈ മരച്ചുവട്ടിലായിരുന്നു അത്രേ. അതിനുശേഷം മാവ് എത്രയോ പേരെ ഇവിടെ നിന്ന് യാത്രയാക്കുകയും എത്രയോ പേരെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് മാത്തിൽ ടൗൺ ആൾത്തിരക്കുള്ളൊരു പട്ടണമാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇവിടെ സ്ഥിരവും വന്നു പോകുന്നത്. ഇതിൻ്റെ പേരിൽ തൽക്കാലം നമുക്ക് ഈ മരമുത്തശ്ശിയെ മറക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ പ്രതീക്ഷ കുടുംബശ്രീ പുത്തൂരിൽ പച്ചക്കറി നടിയിൽ ഉത്സവം സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി CI2 പയ്യന്നൂർ ഏരിയ സെക്രട്ടറി T ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ 18ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. കലാകായിക മത്സരങ്ങളോടൊപ്പം കാർഷിക സംസ്കാരവും വളർത്തിയെടുക്കുക എന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി. 15 സെന്റിലാണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. വെണ്ട, ചീര, പയർ, വഴുതിന, വെള്ളരി എന്നിവയാണ് കൃഷി ചെയ്തു വരുന്നത്. പ്രതീക്ഷ കുടുംബശ്രീയിലെ 11 പേരാണ് കൃഷിയിൽ പങ്കാളികളാകുന്നത്. ജൈവരീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ഓണത്തിന് വിളവെടുക്കുന്ന പച്ചക്കറികൾ കുടുംബശ്രീയുടെ ഓണം വിപണന ചന്തയിൽ വിൽപ്പനയ്ക്കെത്തിക്കും. പുതിയ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് സംസ്ഥാനത്ത് വിഷവിമുക്ത പച്ചക്കറി സമൃദ്ധിയൊരുക്കുന്നതിൻ്റെ ഭാഗമായാണ് കുടുംബശ്രീയും പച്ചക്കറി നടത്തുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ T ഗോപാലൻ പറഞ്ഞു. ബാക്കി നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവരും കൃഷി ചെയ്യാനാണ് താല്പര്യപൂർവ്വം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടി ഉദ്ഘാടനം ഈ പ്രദേശത്ത് നടക്കും. അതോടുകൂടി കരിവള്ളൂർ പെരളം പഞ്ചായത്തിൻ്റെ 6ാം വാർഡിൻ്റെ ഒരു മാതൃകയായി തുടരാൻ പറ്റുന്ന നിലയിൽ ഈ പഞ്ചായത്തിനാകെ സന്ദേശമായിട്ട് ഈ പച്ചക്കറി നടിയിൽ ഉത്സവ പരിപാടി മാറും. കർഷക സംഘം CI2 പയ്യന്നൂർ ഏരിയ സെക്രട്ടറി T നാരായണൻ, CDS ചെയർപേഴ്സൺ PV സുജ, കുടുംബശ്രീ സെക്രട്ടറി ബിന്ദു ശശി, സരസ്വതി PA തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വീട്ടിലൊരു ഔഷധ സസ്യം പദ്ധതിക്ക് കുറ്റൂർ ഗവൺമെന്റ് UP സ്കൂളിൽ തുടക്കമായി. സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്.
പാരമ്പര്യ വൈദ്യത്തെയും ഔഷധ സസ്യങ്ങളെയും കുറിച്ചുള്ള അറിവുകൾ പുതിയ തലമുറയിലേക്ക് പകരുന്നതിനായാണ് ചിറ്റൂർ ഗവൺമെൻറ് യു.പി. സ്കൂൾ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രമുഖ ഔഷധ സസ്യ പരിപാലകനായ കുന്നത്ത് നാരായണന്റെ സഹകരണത്തോടെ മുഴുവൻ കുട്ടികളുടെ വീട്ടിൽ വളർത്തുന്നതിന് ഔഷധ സസ്യങ്ങൾ വിതരണം ചെയ്യുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം പ്രമുഖ ഔഷധ സസ്യ പരിപാലകൻ കുന്നത്ത് നാരായണൻ നിർവഹിച്ചു. അവിടെ നിർമ്മിച്ച ആ സമയത്ത് തന്നെ പേരൂരി, മണിയറ, അതുപോലെ വെള്ളവറ, ടാഗോർ എന്നീ സ്കൂളുകൾക്കും ഔഷധ ചെടികൾ കൊടുത്ത് അവിടെ തോട്ടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി എന്നാൽ കഴിഞ്ഞ സഹായം ചെയ്തു. അതുപോലെ ഏരിയയിലും അവിടെയും 10-50 ചെടികൾ കൊടുത്ത് ആ ചെടികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ പ്രവർത്തനം ആദ്യമായി ആരംഭിച്ചത്. തുടർന്ന് ബോധവൽക്കരണ ക്ലാസും നടന്നു. SMC ചെയർമാൻ KK പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി K സക്കറിയ, പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർ KM നിർമ്മല, പ്രധാനാധ്യാപകൻ KV ദേവദാസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സമഗ്ര മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയായ തെളിമയുടെ 2ാം ഘട്ടം പഞ്ചായത്ത് തല വിശദീകരണ യോഗം കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് P. ഉഷ വിശദീകരണം നടത്തി. റോഡ് ശുചീകരണം, വെള്ളക്കെട്ട് നിർമ്മാർജ്ജനം, അങ്ങനെ എല്ലാ വാർഡുകളിലും വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ജൂൺ 30-നുള്ളിൽ നടത്തണം, ഫണ്ട് തീർക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം നടത്തിയിട്ടുണ്ട്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്ര മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയായ തെളിമയുടെ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ 2ാം ഘട്ട വിശദീകരണ യോഗമാണ് നടന്നത്. പഞ്ചായത്തിലെ മാലിന്യങ്ങൾ ശേഖരിച്ച് മാതമംഗലത്ത് പ്രവർത്തിക്കുന്ന റീസൈക്ലിംഗ് കേന്ദ്രത്തിലെത്തിക്കുവാൻ യോഗം തീരുമാനമെടുത്തു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ബാലകേശവൻ, P. ശശിധരൻ, K. രാജൻ, NK രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മാത്തിൽ കുറുവേലി അരുണോദയ കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന ശാസ്ത്രീയ നീന്തൽ പരിശീലനം സമാപിച്ചു. സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഉഷ ഉദ്ഘാടനം ചെയ്തു. അടുത്ത കാലത്തായി വർദ്ധിച്ചുവരുന്ന മുങ്ങിമരണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് കുറുവേലി അരുണോദയ കലാസമിതി ഗ്രാമത്തിലെ കുട്ടികളെ ശാസ്ത്രീയമായ രീതിയിൽ നീന്തൽ അഭ്യസിപ്പിക്കുവാൻ തീരുമാനിച്ചത്. കുറുവേലി ക്ഷേത്രക്കുളമാണ് നീന്തൽ പരിശീലനത്തിനായി തിരഞ്ഞെടുത്തത്. ശാസ്ത്രീയമായ നീന്തൽ പരിശീലനത്തിൽ വിദഗ്ധനായ വിജയനേവിയുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ നീന്തൽ പരിശീലിച്ചത്. 25 ദിവസം നീണ്ടുനിന്നതായിരുന്നു പരിശീലന പരിപാടി. നീന്തൽ പരിശീലനം കഴിഞ്ഞ് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാൻ സഹായകരമാകുമെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് P. ഉഷ പറഞ്ഞു. ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂട്ടൂർ ഇപ്പോൾ ഒരു കുട്ടിക്ക് 2 കുട്ടികൾ വന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് അവിടെ എന്തായാലും അഡ്മിഷൻ കിട്ടണം. അപ്പോൾ ഈ ഒരു നീന്തലിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ തീർച്ചയായും ആ കുട്ടിക്ക് അവിടെ കിട്ടും. ഇപ്പോൾ മുമ്പിൽ ആരോ വരുന്ന അവർക്ക് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു കുട്ടി വന്നു, എന്നോട് എന്നാലും ആ കുട്ടി സംഭവം പറയുന്നത്, കാരണം കരിവള്ളൂർ സ്കൂളിൽ എല്ലാ A+ കിട്ടിയ കുട്ടിക്ക് മാത്രമാണ് അവിടെ അഡ്മിഷൻ. അപ്പോൾ അത്രയും കൂടുതൽ നീന്തലിന് പ്രാധാന്യമുണ്ട് തെളിയിച്ചൊരു കൊല്ലാന്ന് എനിക്ക് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. കലാസമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ KV അധ്യക്ഷനായി. സമിതി സെക്രട്ടറി ഉമേഷ് PV, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV സുനിൽകുമാർ, TM സതീശൻ മാസ്റ്റർ, KM ബാലൻ, P. രഘുനാഥ് തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നാരായണൻ മാസ്റ്റർ നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. ഡിഗ്രി പ്രവേശനത്തിനുള്ള ഏകജാല സംവിധാനം വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണോ? പ്രേക്ഷക പ്രതികരണങ്ങൾ. കേരളത്തിൽ നിലവിലാണ്. ഇത് തീർച്ചയായും കോളേജ് തലത്തിലും ഉപരിപഠനത്തിലും ഉണ്ടാവേണ്ടത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ അനിവാര്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാരണമാണ്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം വിദ്യാർത്ഥികൾ ഓരോ വിദ്യാലയങ്ങളിലും ചേർന്നുള്ള അഡ്മിഷൻ കൊടുക്കേണ്ടിരുന്ന അവരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കണം. 2, എല്ലാ വിദ്യാർത്ഥികളുടെയും പല വിദ്യാലയങ്ങളിലും മാനേജ്മെൻറ്റ് കോട്ടകൾ ഈ മെറിറ്റ് സീറ്റിൽ നിന്നും ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ കുറവ് മൂലം മെറിറ്റ് സീറ്റ് കൂടി ഉൾപ്പെടുത്തുന്ന ചില മാനേജ്മെൻറ്റുകളുണ്ട്. ഇത് ഒരു പരിധിവരെ ഇത്തരം അഴിമതികൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഈ ഏകജാലക സംവിധാനം വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യും. കോളേജ് രംഗത്ത് അഡ്മിഷൻ വരുമ്പോൾ ഒരു സുതാര്യ ഉറപ്പുവരുത്താനാണ് ഗവൺമെൻറ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചോളം ഇതൊരു ഏകജാല സംവിധാനം വളരെ നല്ലതാണ്. അത് പറയുമ്പോൾ തന്നെ ചെറിയ ചെറിയ പോരായ്മകൾ ചില രംഗങ്ങളിൽ ഇത് നേരിട്ട് വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ഇത് സുഗമമായിട്ട് നല്ല രീതിയിൽ നടത്താനുള്ളൊരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇവിടെ
ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകജാലകം കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അലോട്ട്മെൻറ്റ്, അതായത് ഇപ്പം ഇതൊരു മാടായി ക്യാമ്പസാണ്. അതായത് മാടായിനെ ചുറ്റുപാടുള്ള നെരുവമരം ഏഴോം ഭാഗങ്ങളിലെ കുട്ടികൾ കൂടുതലായും, ഞാനൊക്കെ ഫസ്റ്റ് ഇയർ വരുമ്പം കൂടുതലായിട്ടും ഈ പേപ്പറൊക്കെ വന്ന് കൊടുത്തിട്ടുള്ള അലോട്ട്മെൻറ്റ് സിസ്റ്റമായിരുന്നു ഇവിടെ. പക്ഷേ ഇപ്പോൾ ഓൺലൈനിലൂടെ ആയിട്ട് അലോട്ട്മെൻറ്റുകൾ നടക്കുന്നൊരു കാലമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വരുന്നിരിക്കുന്ന വെച്ചാൽ കാനിരങ്ങാടും അതുപോലെ തന്നെ നാറാത്ത് അതുപോലെ തന്നെ തലശ്ശേരി ഭാഗങ്ങളിലെ കുട്ടികളാണ് ഇപ്പം കൂടുതൽ. ഇപ്പോൾ ആ കുട്ടികൾ വന്നിരിക്കുന്നത് ഇപ്പോൾ കാര്യമായിട്ട് അവർ വന്നു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, അവർ ടെമ്പററി ആയിട്ടാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്. എന്നാൽ അവർ വന്നിട്ട് 10-15 ദിവസത്തിനുള്ളിൽ അവർ ഇവിടുന്ന് മാറിപ്പോയും. പിന്നെ ഇവിടെ ഓരോ ക്ലാസ്സിലും 1, 2, 3 ആയിട്ട് സീറ്റുകൾ അവിടെ ഒഴിഞ്ഞു കിടക്കുക. പിന്നെ ഒരു സ്പോട്ട് അഡ്മിഷനോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയോ മറ്റൊന്നും ഇവിടെ സാധിക്കുന്നില്ല. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അലോട്ട്മെൻറ്റുകൾ ഓൺലൈനായിട്ടുള്ള അലോട്ട്മെൻറ്റുകൾ നിർത്തൽ വെച്ച് പണ്ടത്തെ സിസ്റ്റം തന്നെ, അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി പണ്ടത്തെ സിസ്റ്റം പോലെ തന്നെ ഡയറക്റ്റായിട്ട് കടലാസ് കൊടുത്തിട്ടുള്ള അലോട്ട്മെൻറ്റുകൾ തന്നെ സ്ഥാപിക്കണമെന്ന് ഞാൻ ഗുണപരമായ വശങ്ങളുള്ളത്. ഒന്ന്, സ്വകാര്യ മാനേജ്മെൻറ്റ് ഉൾപ്പെടെ സംവരണക്രമം പാലിക്കാതെയായിരുന്നു ഏകജാലക സംവിധാനം ഏർപ്പെടുത്തുന്നതിന് മുമ്പുള്ള കോളേജ് അഡ്മിഷൻ. അതിൽ പൂർണ്ണമായും സംവരണ ക്രമം ഉൾപ്പെടെയുള്ള ക്രൈറ്റീരിയകൾ പാലിക്കാൻ ഈ ഏകജാലക സംവിധാനത്തിലൂടെ സാധിക്കും. അതുപോലെ തന്നെ അഡ്മിഷൻ ദിവസം പല കോളേജുകളായി അലഞ്ഞു തിരിയേണ്ട ഒരവസ്ഥ ഇതിനു മുമ്പ് കുട്ടികൾക്കുണ്ടായിരുന്നു. അത് പൂർണ്ണമായും പരിഹരിക്കാൻ ഈ ഏകജാലക സംവിധാനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. വളരെ ഗുണപരമായൊരു മാറ്റം തന്നെ കോളേജ് വിദ്യാഭ്യാസത്തിൽ ഇതുണ്ടാക്കും. വ്യത്യസ്തമായ കോളേജുകളിൽ നിന്ന് കുട്ടികൾ അപേക്ഷ ഫോമുകൾ വാങ്ങുകയും അതിന് വലിയ രീതിയിലുള്ള പൈസ വാങ്ങേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോൾ ഏകജാലകം വന്നതോടുകൂടിയിട്ട് ഒരൊറ്റ അപേക്ഷയിലൂടെ മുഴുവൻ കുട്ടികൾക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോളേജുകൾക്കും കോഴ്സുകളിലും ഓപ്ഷൻ കൊടുക്കാനുള്ള ഒരു സൗകര്യം. അതേപോലെ പണ്ട് അഡ്മിഷൻ നടക്കുന്ന സമയത്ത് 2 or 3 കോളേജിനകത്ത് ഒരേ സമയത്ത് ഒരേ ദിവസത്തിനകത്ത് അഡ്മിഷന് എത്തിച്ചേരുവാനുള്ള കോൾ ലെറ്ററിലേക്കാണ്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സിനകത്ത് കൃത്യമായിട്ടുള്ള ഓപ്ഷനുകൾ ലഭിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള സോഫ്റ്റ്വെയറിലുണ്ടാകുന്ന ചില അപാകതകൾ മാത്രമാണ് നമുക്കിതിൻ്റെ പോരായ്മകളായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു ഇത് വന്നതോടുകൂടിയിട്ട് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അവരുടെ ടെൻഷൻ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് എല്ലാ ഇഷ്ടമുള്ള കോളേജുകൾക്ക് അകത്ത് അവരുടെ ഓപ്ഷനോട് കൂടിയിട്ട് കോഴ്സ് തിരഞ്ഞെടുക്കാവുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ ടൗൺ ഏരിയകളിലൊക്കെ തന്നെ കൂടുതൽ കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ കോളേജുകൾ അവിടെ ഉണ്ടാവും. ആ കുട്ടികൾക്കൊക്കെ തന്നെ പഠിക്കാൻ ആ കോളേജിൽ ചിലപ്പോൾ സീറ്റ് കിട്ടിയെന്ന് വരില്ല. ഉൾപ്രദേശങ്ങളിലുള്ള മറ്റു കോളേജുകളിലേക്കാണ് കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ ഉള്ളിലുള്ള അല്ലെങ്കിൽ വളരെ വിദൂരതയുള്ള കോളേജുകളിൽ കുട്ടികളെ വന്ന് അവിടെ ജോയിൻ ചെയ്യാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഡിഗ്രി ഏകജാലകം വഴി പ്രവേശനമാകുമ്പോൾ പിന്നെ രക്ഷിതാക്കൾക്ക് ഓരോ കോളേജിൽ പോയിട്ട് ആപ്ലിക്കേഷൻ വാങ്ങും. അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ വീട്ടിലിരുന്നിട്ട് തന്നെ നെറ്റിലൂടെ നമുക്ക് ഓൺലൈൻ അഡ്മിഷൻ സമർപ്പിക്കാം. വളരെ എളുപ്പമാണ്, ആർക്ക് വേണ്ടിയും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത് ഈ ഏകജാലക സംവിധാനത്തിലൂടെ ചേരുന്ന വിദ്യാർത്ഥികൾ പിന്നീട് ഓരോരോ കോളേജിനകത്ത് ചേരുമ്പോൾ പിന്നീട് കോളേജ് മാറ്റത്തിന് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു കോളേജിൽ ചേർന്ന വിദ്യാർത്ഥി മറ്റൊരു കോളേജിലേക്ക് ചേരുമ്പോൾ ഈ മാനേജ്മെൻറ്റുകൾ അവിടെ മേടിക്കുന്ന പൈസ തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതിയും കൂടിയാണ്. നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. ഇനി അറിയിപ്പുകൾ. രാമന്തളി ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി, ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ഹോമിയോ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായുള്ള ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ജൂലൈ 28 വടക്കുംപാട് ലീഗ് ഓഫീസ് പരിസരത്തും ആഗസ്റ്റ് 1 കോവപ്പുറം OK കലാസമിതിയിലും നടക്കും. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിനോടനുബന്ധിച്ച് UP ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ദേശഭക്തി ഗാനത്തിൽ ഗ്രൂപ്പ് വിഭാഗം മത്സരം സംഘടിപ്പിക്കുന്നു. ഒരു ഗ്രൂപ്പിൽ 5 മുതൽ 7 വരെ കുട്ടികൾക്ക് പങ്കെടുക്കാം. മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വിശദവിവരങ്ങൾ സഹിതം ആഗസ്റ്റ് 10 ചേംബർ ഓഫ് കൊമേഴ്സ് ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 0495 20 23 80. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPMന്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ കടന്നാക്രമണം നടത്തുകയെന്നത് കണ്ണൂരിൽ RSS തലവൻ മോഹൻ ഭഗത് പങ്കെടുത്ത ചിന്തൻ ബൈഠക്കിന്റെ തീരുമാനമെന്ന്
അന്നൂരിൽ CPM ജില്ലാ സെക്രട്ടറി പി ജയരാജൻ. സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്ന പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപം അനധികൃത വിൽപ്പനശാലകൾ പെരുകുന്നു. പരസ്യമദ്യപാനത്തിനെതിരെ കർശന നടപടിയുമായി പയ്യന്നൂർ നഗരസഭ. എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരെയും കൌൺസിലർമാരെയും ഉൾക്കൊള്ളിച്ച് മുനിസിപ്പൽ തല കമ്മിറ്റി രൂപീകരിച്ചു. വർത്തമാനകാലം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അസഹിഷ്ണുതയാണെന്ന് കവി മുരുകൻ കാട്ടാക്കട. തൃക്കരിപ്പൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാവാലം നാരായണ പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.